പെരിന്തൽമണ്ണ വിസ്മയ സിനിമാസിലാണ്. ഭയങ്കരമായിട്ട് പരിപാടികളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഫാൻസിൻ്റെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സിനിമ കാണാം, അങ്ങോട്ടേക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുത്തില്ല, 8:30 ഇവർ ഷോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ സെലിബ്രേഷൻ മൂവി ആവാനാണ് ഈ ഒരു സിനിമ സാധ്യത കേട്ടോ. പിന്നെ അവസാനമായിട്ട് നമുക്ക് ജെന്യുവിനായിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാനുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി, മമ്മൂക്ക ഇവരെല്ലാവരും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയണം. അപ്പോൾ എന്തായാലും നമുക്ക് തിയേറ്ററിൻ്റെ അകത്തേക്ക് പോയി നോക്കാം ഗൈസ്. എന്താണ് അവസ്ഥ അറിയില്ല, ഭയങ്കരമായിട്ട് ജനങ്ങളാണ് അവിടെ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം, ചെന്നിട്ട് ടിക്കറ്റ് അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതേ ഇവിടുത്തെ ഒരു അലങ്കാരം കാര്യങ്ങളൊക്കെ കണ്ടോ. അപ്പോൾ മമ്മൂട്ടി ഫാൻസ് ഇവിടെ ചെറിയൊരു ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടൈം കളയാനില്ല, നമ്മൾ നേരെ തിയേറ്ററിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. നല്ല ക്രൗഡാണ് കേട്ടോ, പുറത്താണെങ്കിൽ ഭയങ്കര മഴയും. ഓക്കെ, അപ്പോൾ ഉള്ളിൽ കയറാണ്. അപ്പോൾ ഇനി നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് സംസാരിക്കാം. ടർബോ സിനിമ കണ്ടുവരികയാണ് ഗൈസ്. എന്താ പറയണ്ടതെന്നറിയില്ല, കാരണം ഇത്രയ്ക്ക് എനർജറ്റിക്കായിട്ട് സിനിമ കാണുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ശരിക്കും വൈശാഖ് എന്ന് പറയുന്ന സംവിധായകൻ തിരിച്ചു വരവ് എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇതുവരെ വൈശാഖിനെ കുറിച്ച് നമുക്കൊരു ഇമേജ് ഉണ്ടായിരുന്നു, ഈ ഒരു ലെവലിലെ വൈശാഖ് സിനിമ എടുക്കുമോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ഇതും പോയിട്ടാ, അത്രയ്ക്കും ഗംഭീര സിനിമ. പിന്നെ വൈശാഖ്, പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ എഴുത്ത് നമ്മുടെ റൈറ്റർ മിഥുൻ മാനുവൽ തോമസ് ആണ്. ഈ 2 ലെജൻസും അങ്ങോട്ട് ചേർന്നപ്പോൾ ഉണ്ടല്ലോ, പടം വേറെ ലെവലായി ഗൈസ്, വേറെ ലെവല്. പിന്നെ നമ്മുടെ മമ്മൂക്കയാണ് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല, ശരിക്കും തിയേറ്ററിലുണ്ടല്ലോ ആർപ്പുവിളിയായിരുന്നു. കാരണം ഞാൻ ആദ്യം ഓരോ ആളുകളെ കുറിച്ച് പറയാം കേട്ടോ, സ്പോയിലർ ഇല്ലാതെ തന്നെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ മമ്മൂക്ക, ബിന്ദു പണിക്കർ, അങ്ങനെ നമ്മുടെ ദിലേഷ് പോത്തൻ, അഞ്ജന ജയപ്രകാശ്, അതുപോലെ തന്നെ ശബരീഷ്, അങ്ങനെ ഒരുപാട് നീണ്ട താരനിര തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ഭാഗത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ വർക്ക് ഒരു രക്ഷയുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് സിനിമയ്ക്ക് പാരച്യൂട്ട് ക്യാമറ ഉപയോഗിച്ച മലയാള സിനിമ നമ്മൾ ടർബോ ആണ്. ഇതുവരെ നമ്മൾ ഹോളിവുഡിലൊക്കെ ഈ ഒരു സംവിധാനം കണ്ടിട്ടുള്ളൂ, ഇപ്പോൾ നമ്മുടെ മലയാളത്തിലുമായി. പിന്നെ മ്യൂസിക് നമ്മുടെ സുഷിൻ ശ്യാമിൻ്റെ ശിഷ്യനായ ക്രിസ്റ്റോഫ് സേവിയർ ആണ് ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, പെട്ട സാധനം, തിയേറ്റർ കിടന്ന് കുലുങ്ങുമായിരുന്നു. പിന്നെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് ഫോണിക്സ് ബാബു എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല, കിടിലൻ. പിന്നെ നമ്മുടെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടി, എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത അഭിനയം പ്രകടനങ്ങളാണ് അതിനകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ തുടക്കം മുതലേ നമുക്ക് മമ്മൂട്ടി ഒരു നാടൻ മുണ്ടൊക്കെ മടക്കി കുത്തി ഒരു സാധാരണ ആൾ. ഇടുക്കി ജില്ലയിലാണ് ഈ ഒരു സിനിമയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അവിടെ നടക്കുന്ന ഒരു ഗ്രാമം, പള്ളിപ്പെരുന്നാൾ കാര്യങ്ങൾ, അടിപിടി അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ സിനിമ വേറൊരു തലത്തിലേക്ക് അങ്ങോട്ട് മാറുകയാണ്. പിന്നെ ചെന്നൈയിൽ പോകേണ്ടി വരുന്ന നമ്മുടെ മമ്മൂക്കാൻ്റെ ഒരു സിറ്റുവേഷൻ, ആ ഒരു ചെന്നൈയിലാണ് പിന്നെ കൂടുതലായിട്ടും സിനിമയുടെ ഒരു പ്രോഗ്രസിങ് നടക്കുന്നത്. പിന്നെ അങ്ങോട്ട് സിനിമ ഡ്രൈവ് ചെയ്യുന്നു നമ്മുടെ മമ്മൂക്കയാണ് കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മുടെ ലിയോ സിനിമയ്ക്കായിരുന്നു ഇത്രയൊരു ആവേശത്തോടെ നമ്മൾ തിയേറ്ററിലിരുന്ന് കണ്ട സിനിമ. അപ്പോൾ അതിനെ വെല്ലുന്ന തരത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. തിയേറ്ററിൽ ഭയങ്കര ഓളായിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും എല്ലാം ടെക്നിക്കൽ ഭാഗമായിട്ടെല്ലാം ഒത്തു വന്നതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ സിനിമ കിഡിലൻ സാധനം, ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മമ്മൂക്ക, രാജ്ബി ഷെട്ടി, നമ്മുടെ ബിന്ദു പണിക്കർ, ഈ 3 പേരും പ്രേക്ഷക മനസ്സിൽ കയറിക്കഴിഞ്ഞു. കാരണം അമ്മാരി പെർഫോമൻസ് ആയിരുന്നു മമ്മൂട്ടിയും അതുപോലെ തന്നെ രാജ്ബി ഷെട്ടി. ഇദ്ദേഹത്തിന് മലയാളത്തിൽ ഇത്രയും അധികം ഓഡിയൻസിൻ്റെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂവി നമ്മുടെ ടർബോ ആണ് കേട്ടോ. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ കഴിവ് കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും അഭിനയം കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇദ്ദേഹത്തിന്. പക്ഷേ ഈ ഒരു രാജ്ബി ഷെട്ടിയുടെ റോള് ഇതിൽ അങ്ങനത്തെ ഒരു റോളായത് കാരണം അതിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, രാജ്ബി ഷെട്ടിയൊന്നും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, ചെയ്ത റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ മമ്മൂട്ടി അഴിഞ്ഞാട്ടമായിരുന്നു ഈ ഒരു സിനിമയകത്ത്. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം ഒന്നും പറയാനില്ല. ശരിക്കും കോമഡിക്കൊന്നും വേറെ ആളെ വെക്കേണ്ട ഒരാവശ്യമില്ല, നമ്മുടെ മമ്മൂക്ക തന്നെ അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് കോമഡി ഉണ്ട്.
അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറോയിസം കാര്യങ്ങൾ കോമഡി എല്ലാം കൊണ്ടൊരു പെർഫെക്റ്റ് പാക്കാണ് ഈ ഒരു സിനിമ. പിന്നെ ബിന്ദു പണിക്കരൊക്കെ ഇത് മമ്മൂക്കാൻ്റെ അമ്മയുടെ വേഷമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. സിനിമയുടെ ടൈറ്റിൽ കാർഡൊക്കെ എഴുതി കാണിക്കുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ മോനെ അടിപൊളി പഞ്ചായിരുന്നു കേട്ടോ തിയേറ്ററിൽ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് സിനിമ തുടങ്ങുകയാണ്. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം നമ്മൾ ഒരു തരി കണ്ണെടുക്കാത്ത തരത്തിലുള്ള ഒരു ദൃശ്യവിരുന്നാണ് നമുക്ക് ഈ ഒരു സംവിധായകൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, വൈശാഖിൻ്റെ ആ ഒരു നമ്മുടെ മോൺസ്റ്ററിൻ്റെ ആ ഇമേജൊക്കെ ഉണ്ടല്ലോ, ശരിക്കും അങ്ങോട്ടും മാഞ്ഞു പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ഒരു കിഡിലൻ പടമാണ് അദ്ദേഹം ഈ ഒരു ടർബോയിലൂടെ കാഴ്ചവെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി സിനിമ. പിന്നെ പള്ളിപ്പെരുന്നാൾ നടക്കുന്ന സമയത്ത് നമ്മുടെ മമ്മൂക്കാക്കൊരു എൻട്രി ഉണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കട്ടോ. എമ്മാതിരി സാധനമാണ്. നമ്മൾ പിന്നെ പോസ്റ്ററിലൊക്കെ കണ്ടല്ലോ, ആ ജീപ്പിൻ്റെ മുകളിലിരിക്കുന്ന ആ സാധനം, ആ ഒരു സാധനം എൻ്റെ മോനെ, അത് എങ്ങനെയാണ് ആ ഇരുത്തം എന്നൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നത് കേട്ടോ. നമ്മൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോണ തരത്തിലുള്ള സംഭവങ്ങൾ. നമ്മളെ മെഗാസ്റ്റാർ നമുക്ക് ശരിക്കും അഭിമാനിക്കാം കേട്ടോ. ഈ ഒരു ഏജിൽ അദ്ദേഹം എമ്മാതിരി പെർഫോമൻസാണ്. ലാസ്റ്റിലെ സ്റ്റണ്ടൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ഫാസ്റ്റിലാണ് നമുക്ക് ചെയ്യുന്നത്. അതായത് ലാഗില്ലാത്ത രീതിയിലുള്ള, അതായത് ഒരു ചെറുപ്പക്കാരനെ എങ്ങനെയാണ് ആക്ഷൻ ചെയ്യുക, ഏകദേശം ആ ഒരു ലെവലിലാണ് ആ ലാസ്റ്റ് സീനുകളൊക്കെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. ഞാൻ ഫാൻ ഷോയ്ക്ക് പോകാറ് അങ്ങനെ പൊതുവെ കുറവാണ്. പക്ഷേ ഇതുവരെ ഫാൻ ഷോയ്ക്ക് കയറിയ ഒരു സിനിമയും നിരാശയോടെ മടങ്ങി പോരേണ്ടി വന്നിട്ടില്ല. അതിലൊരു പടമാണ് നമ്മളെ ടർബോ മൂവി. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കുക, പോയി സിനിമ കാണുക. ഓക്കെ, ഇന്നിപ്പോൾ ടിക്കറ്റ് കിട്ടാൻ, ഇനിയിപ്പോൾ റിവ്യൂ ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ടിക്കറ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. ടിക്കറ്റൊക്കെ ഓൾറെഡി ഇന്നലെ സോൾഡ് ഔട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ഇന്നത്തെ ടിക്കറ്റ് എല്ലാം സോൾഡ് ഔട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സിനിമയും ഇതുവരെ പ്രീ സെയിലിംഗ് നടന്നിട്ടില്ല. ഇന്നലെ തന്നെ ഏകദേശം എല്ലാ റെക്കോർഡുകളും തകർത്തിരിക്കുകയാണ് നമ്മൾ ഈ ഒരു ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ് സെയിലിങ്. അപ്പോൾ ഇതുപോലൊരു കിഡ്ഡലൻ പടം നമ്മളെ ലാലേട്ടൻ്റെയും വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതുപോലെ ഒരു ഇടിച്ച് പൊളിച്ച് തമർത്തി പോകുന്ന ഒരു നാടൻ ലുക്കിൽ വരുന്ന ഒരു ലാലേട്ടനെ കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇതുപോലൊരു സിനിമ മലയാള സിനിമയിൽ ഇതുവരെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. കിഡ്ഡലൻ സാധനം. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത് കേട്ടോ. ലാസ്റ്റായിട്ട് നമ്മുടെ സേതുപതിയുടെ സൗണ്ടാണോ കേൾക്കുന്നത്, ഇനി ഏതെങ്കിലും ആളതാണോ എന്ന് എനിക്കറിയില്ല. ഇത് ശരിക്കും അതുപോലെ തോന്നി ഏകദേശം. ഓക്കെ, അപ്പോൾ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക, ഇങ്ങനെ പടം എങ്ങനെ ഉണ്ടായിരുന്നു. ഇല്ലാത്തവർ ജസ്റ്റ് ലൈക്ക് അടിക്കാം. ഓക്കെ, അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി കാണാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, ടാറ്റ.